രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നാരായണീയം ദശകം 4-ൽ 8ാമത്തെ ശ്ലോകമാണ്. 38ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണം എന്നാഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുക്കുക, അതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കെല്ലാം എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ. ആ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ വളരെയധികം റിസർച്ച് നടത്തിയിട്ട് അടുക്കിന് അവതരിപ്പിക്കുകയാണ്. 108 എപ്പിസോഡുകൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ദാമ്പത്യ കലഹമുണ്ടെങ്കിലോ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്നേഹമില്ലെങ്കിൽ അഷ്ടപതി കണ്ടിരിക്കണം. മോക്ഷം വേണം എന്ന് ആരാഗ്രഹിക്കുന്നുവോ, മോക്ഷം വേണ്ടവർക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ചത്തെ ധർമ്മപദം. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്ത് നിറഞ്ഞാടിയ ഒരേ ഒരു ദൈവമാണ്. ആ കൃഷ്ണന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ആധുനിക യുഗത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രസക്തി എന്ത്, അത് ഒരു എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാക്സിമം ഈ ബുധനാഴ്ച റിലീസാക്കാൻ നോക്കാം. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള, ഞാൻ കൃഷ്ണന്റെ ജീവിത കഥയല്ല ഉദ്ദേശിക്കുന്നത്, എന്താ കൃഷ്ണൻ ഇത്ര പ്രത്യേകത, എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സമ്പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്, അത് ഉടൻ നിങ്ങൾക്ക് രാധേ രാധേ ചാനലിലെ വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ, ഞാൻ കൊല്ലത്താണ്. അതല്ല, നിങ്ങൾക്ക് ജ്യോതിഷം അറിയേണ്ടവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, 9645333999. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ നമ്മൾ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്ത് അച്ഛനുണ്ടായിരുന്നു. അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഇത് നിർബന്ധമായും നിങ്ങൾ കേട്ടിരിക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധാവല്ലഭായ സ്വാഹ. ഓം
രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ കാണണം. അത് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് നാരായണീയമാണ്. നാരായണീയത്തിലെ 4-ാമത്തെ ദശകമാണ്, 8-ാമത്തെ ശ്ലോകമാണ്. ഇത് പാടിത്തരുന്നത് നമ്മുടെ കൃഷ്ണശ്രീയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണശ്രീ. അതിമനോഹരമായ ശബ്ദത്തിന് ഉടമ കൃഷ്ണശ്രീ. മ്യൂസിക് ടീച്ചറാണ്, മനസ്സിലെ AIRലെ ഫസ്റ്റ് ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ആളാണ് നമ്മുടെ കൃഷ്ണശ്രീ എന്ന് പറയുന്നത്. അപ്പം അമേരിക്കയിലും സിംഗപ്പൂരിലും ഡൽഹിയിലും അങ്ങനെ കേരളത്തിൽ തന്നെ പല ഭാഗത്തും ഉള്ളവർ കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ കൃഷ്ണശ്രീയുടെ അടുത്ത് ചേരാം. ഞാൻ കൃഷ്ണശ്രീയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തേക്കാം. ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ മറക്കത്തില്ല, ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ കൃഷ്ണശ്രീയുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ്. കൃഷ്ണശ്രീയുടെ അടുത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് കൃഷ്ണശ്രീയെ കുറിച്ച്. എപ്പോഴും നിങ്ങൾക്ക് എന്ത് സംശയവും തീർക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണശ്രീ മോളെ നന്നായി വരും. സാക്ഷാൽ നാരായണന്റെ ആ കഥകളല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും, നല്ല കുടുംബജീവിതം ഉണ്ടാകും. നാരായണീയം പാടുന്നത് കൊണ്ട് മോക്കും മോളുടെ ഹസ്ബൻഡിനും കുഞ്ഞിനും എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യമുണ്ടാകും. അപ്പം നമ്മുടെ കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ഇത്തമഭ്യസന നിർഭരോലസാ ത്വത്പരാത്മസുഖ കൽപിതോത്സവാ മുക്തഭക്തകുല മൗലിതാം ഗതാ സഞ്ജരേമ ശുക നാരദാദിവ. അപ്പൊ നമ്മുടെ കൃഷ്ണശ്രീ പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ വായിച്ചു തരാം. യുദ്ധം മഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മ സുഖ കൽപിതോത്സവ മുക്ത ഭക്തകുല മൗലിതാംഗത സഞ്ചരേമ ശുഖനാരദാധിപത്. യുദ്ധം, യുദ്ധം ഇങ്ങനെ അർത്ഥം എഴുതിയോ. യുദ്ധം ഇങ്ങനെ. അഭ്യസന, അഭ്യാസം കൊണ്ട്. ഇങ്ങനെ അഭ്യാസം കൊണ്ട്, അതാണ് അഭ്യസന. നിർഭരം, നിർഭരം പൂർണ്ണമായും, നിർഭരം പൂർണ്ണമായും. ഉല്ലാസം അർത്ഥം എഴുത് സന്തോഷം, സന്തോഷം. ത്വത് അവിടുത്തെ, ത്വത് അവിടുത്തെ. പരാത്മാ പിരിച്ചെഴുതിക്കോ. പരം അധികം ആത്മാ, പരാത്മാ. അർത്ഥം പരമാത്മാവ്, അതായത് പരബ്രഹ്മം. അർത്ഥം പരമാത്മാവ്. സുഖ കൽപ്പിതോത്സവ, സുഖ കൽപ്പിതോത്സവ. അർത്ഥം ആനന്ദം കൊണ്ടുണ്ടാകുന്ന ഉത്സവത്തിൽ, ആനന്ദം കൊണ്ട് ഉണ്ടാകുന്ന ഉത്സവത്തിൽ. മുക്ത, മുക്ത മുക്തന്മാരായി, മോചിപ്പിക്കപ്പെട്ട് മുക്തന്മാരായി. ഭക്തകുലം അർത്ഥം ഭക്തന്മാർ, ഭക്തകുലം ഭക്തന്മാർ. മൗലി, മൗലി ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠന്മാർ. ഗത മാറിയിട്ട്. സഞ്ചരേമ സഞ്ചരിക്കുന്നു,
സഞ്ചരിക്കുന്നു. ശുഗനാരദാദിവത്, അർത്ഥം ശുഗൻ നാരദൻ എന്നിവരെ പോലെ. ശുഗൻ നാരദൻ എന്നിവരെ പോലെ. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറയാം. അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, ഇങ്ങനെ നമ്മൾ യോഗാഭ്യാസം, അതായത് സമാധികളുടെ അഭ്യസനം കൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായും ആനന്ദം തരുന്ന, മനസ്സിലല്ലേ? ഇപ്പൊ യോഗ അങ്ങനെയുള്ള അഭ്യസനങ്ങൾ കൊണ്ട്, സമാധി കൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആനന്ദം നൽകുന്നതും പ്രകാശിക്കുന്നതുമായ പരമാത്മാവായ അങ്ങയുടെ ഉജ്ജ്വലമായ പ്രകാശം അനുഭവിക്കാൻ ഒരു ദിവസം ഇടവരും. അപ്പോൾ ഭഗവാനെ, നിരന്തരമായ യോഗ അഭ്യസിക്കുന്നത് കൊണ്ട് ഒരു ദിവസം അത്യധികം ആനന്ദം നൽകുന്നതും പ്രകാശം ചൊരിയുന്നതുമായ അങ്ങയുടെ ഉജ്ജ്വല പ്രകാശം, അതായത് ആ പരബ്രഹ്മ രൂപം അനുഭവിക്കാൻ ഞങ്ങൾക്കിടവരും. അതോടെ ഞങ്ങൾ ജീവൻ മുക്തരായി മാറും. അങ്ങനെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായി തീർന്നിട്ടുള്ള ശുഖമഹർഷിയെയും നാരദ മഹർഷിയെയും പോലെ ഞങ്ങളും സഞ്ചരിക്കുമാറാകട്ടെ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അപ്പോൾ ഭഗവാനെ, നിരന്തരമായ യോഗാസനങ്ങൾ കൊണ്ട്, അഭ്യസനം കൊണ്ട് അത്യധികം പരമാനന്ദം ചൊരിയുന്നതും ഉജ്ജ്വല പ്രകാശവും പരബ്രഹ്മമെന്നറിയപ്പെടുന്നതോടുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം ഞങ്ങൾക്കിങ്ങനെ ഒരു ദിവസം തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുന്നതോടുകൂടി ഞങ്ങളും ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉത്തമന്മാരായി മാറുകയും, എന്നിട്ട് ശുഖമഹർഷിയെയും നാരദ മഹർഷിയെയും പോലെ ഞങ്ങളും അങ്ങയുടെ നാമങ്ങൾ ചൊല്ലി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായി ഈ ലോകം മുഴുവനും സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വരി ഒന്ന് പരിശോധിക്കാം. എന്താ ഒന്നാമത്തെ വരി കവി പറയുന്നത്? യുദ്ധം അഭ്യസന, ചേർത്തെഴുതുമ്പം യുദ്ധം അഭ്യസന നിർഭരോല്ലസത്, നിർഭരോല്ലസത്, യുദ്ധം ഇങ്ങനെ, അഭ്യസന അഭ്യാസം കൊണ്ട്, നിർഭരം പൂർണ്ണമായും, ഉല്ലാസം സന്തോഷം, അതായത് നിരന്തരമായ അഭ്യാസം കൊണ്ട്. എന്തഭ്യാസം? അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചതാണ്. നമ്മൾ നിരന്തരമായ യോഗയിലെ വിവിധ മുറകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. വികൽപ്പ സമാധി കഴിഞ്ഞ് നമ്മൾ നിർവികൽപ്പ സമാധിയിലേക്ക് എത്തും. നിങ്ങൾ കവി പറഞ്ഞിട്ടുള്ളതും ഞാൻ ഇതിനു മുമ്പ് ഉള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമായ യോഗ അഭ്യസിച്ച് വരുമ്പോൾ നിങ്ങൾ ആദ്യം വികൽപ്പ സമാധിയിലെത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിർവികൽപ്പ സമാധിയിലെത്തും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പം നിരന്തരം യോഗ അഭ്യസിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ വികൽപ്പ സമാധിയിലെത്തും, രണ്ടാമത്തത് നിർവികൽപ്പ സമാധിയിലെത്തും, മൂന്നാമത്തത് പരമമായ മോക്ഷം. അപ്പോൾ വികൽപ്പ സമാധി എന്തെന്നും നിർവികൽപ്പ സമാധി എന്തെന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് അതിലേക്ക് നമ്മൾ കടക്കാത്തത്. അപ്പോൾ എന്താണ് മുക്തി എന്ന് പറയുന്നത്? നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനാണ് മുക്തി എന്ന് പറയുന്നത്. നമ്മൾ വന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടാകാൻ കാരണമായ ഉജ്ജ്വലമായ ഒരു പ്രകാശം, ആ പ്രകാശത്തിൻ്റെ ഒരു കിരണമാണ് നമ്മൾ. തിരിച്ച് നമ്മൾ അതിലേക്ക് തന്നെ പോയി ലയിക്കുന്നു. ഏതുപോലെ കടലിൻ്റെ ഒരു ഭാഗമാണ് തിരമാല. കടലും തിരമാലയും കണ്ടാൽ രണ്ടെന്ന് തോന്നും, പക്ഷേ കടലും തിരമാലയും ഒന്ന് തന്നെ. എന്താ വ്യത്യാസം? കടലും തിരമാലയും കാണുമ്പോൾ രണ്ടെന്ന് തോന്നും. തിരമാല കരയ്ക്ക് വന്നടിച്ച് തിരിച്ചു വീണ്ടും കടലിൽ ലയിക്കുകയാണ്. ഈ കടലാണ് പരബ്രഹ്മം, തിരമാലയാണ് നമ്മൾ.
സത്യത്തിൽ നമ്മളും പരബ്രഹ്മവും ഒന്നാണ്. മായ കൊണ്ടും ലൗകിക സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നത് കൊണ്ടും നമുക്കുണ്ട ഒരു തോന്നലാണ് കടലും തിരമാലയും രണ്ടാണ്, പരബ്രഹ്മവും നമ്മളും രണ്ടാണെന്ന്. അപ്പം നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് മുക്തി. നമ്മൾ വന്നത് പരബ്രഹ്മം എന്നറിയപ്പെടുന്ന ഉജ്ജ്വല പ്രകാശത്തിൽ നിന്നാണ്. അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലുമ്പോഴേ ആനന്ദം കിട്ടൂ. ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടൂർ പോകുന്നു. ആ ടൂർ പോകുമ്പോൾ കുറേ ദിവസം നിങ്ങൾക്ക് സന്തോഷമാണ്. ദിവസം നീണ്ടു പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥത വരും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പോൾ ആ ടൂറ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പുറപ്പെട്ട സ്ഥലം നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. അതുപോലെ പരബ്രഹ്മത്തിൽ നിന്ന് ഒരു യാത്ര വന്നതാണ് നമ്മൾ. തിരിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. പക്ഷേ ലൗകിക സുഖങ്ങളിലുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ബ്രഹ്മത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ല. പിടികിട്ടിയല്ലോ? ഈ ബ്രഹ്മത്തിലേക്ക് തിരിച്ചു പോകാൻ ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, യോഗമാർഗമുണ്ട്. കണ്ടോ? അപ്പൊ നമ്മൾ ജ്ഞാനമാർഗത്തിൽ പറഞ്ഞിരിക്കുന്ന അഭ്യാസം ചെയ്താൽ പരബ്രഹ്മത്തെത്തും. യോഗമാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വന്നാലും നമ്മൾ എവിടെത്തും? പരബ്രഹ്മത്തിനകത്ത് നമ്മൾ എത്തും. ഭക്തിമാർഗത്തിലൂടെയും എത്തും. ഇവിടെ ഭട്ടതിരിപ്പാട് ജ്ഞാനമാർഗവും യോഗമാർഗവും ഒക്കെ ആദ്യം വിവരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മമാര് വിഷമിക്കരുതേ. നിങ്ങൾക്ക് ഈ ജ്ഞാനമാർഗത്തെക്കാട്ടിയും യോഗമാർഗത്തെക്കാട്ടിയും നല്ലത് ഭക്തിമാർഗം തന്നെയാണ്. എല്ലാവർക്കും നല്ലത് ഭക്തിമാർഗമാണ്. പക്ഷെ ഭട്ടതിരിപ്പാട് പരബ്രഹ്മത്തിൽ എത്തിച്ചേരാനുള്ള പല പല വഴികൾ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കാം. അപ്പൊ എന്തായാലും ശരി, പരബ്രഹ്മത്തിൽ ലയിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണം? അഭ്യാസം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ജ്ഞാനമാർഗത്തിലൂടെ പരബ്രഹ്മത്തിൽ ലയിക്കണോ? അഭ്യാസം വേണം. യോഗമാർഗത്തിലൂടെ ലയിക്കണോ? അഭ്യാസം വേണം. ഭക്തിമാർഗത്തിലൂടെ ലയിക്കണോ? അഭ്യാസം വേണം. അതിനൊരു അഭ്യാസം വേണം. നിരന്തരമായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഭ്യസന നിർഭരോല്ലസത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അഭ്യസന, അഭ്യസിക്കൂ. നിങ്ങൾക്ക് ജ്ഞാനമാർഗവാ വേണ്ടമെങ്കിൽ ജ്ഞാനം അഭ്യസിക്കൂ. യോഗമാർഗവാ വേണ്ടതെങ്കിൽ യോഗ അഭ്യസിക്കൂ. അതല്ല ഭക്തിമാർഗവാ വേണ്ടതെങ്കിൽ ഭക്തിമാർഗം നിങ്ങൾ അഭ്യസിക്കൂ. എപ്പോഴും ഭഗവാന്റെ രൂപം മനസ്സിൽ ധരിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുടുകയും ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയും, അതാണ് അഭ്യാസനം. അത് അഭ്യസിച്ചു വരുമ്പോൾ മനസ്സ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുമെന്നാണ് ഒന്നാമത്തെ വരിയിൽ കവി പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് മനസ്സിലായല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാര്, അച്ഛന്മാര്, അല്ലെങ്കിൽ യുവാക്കള്, യുവതികള്, നിങ്ങൾക്ക് ഈ നാരായണീയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ത്വത് പരാത്മ സുഖ കൽപ്പിതോത്സവ. ത്വത് അവിടുത്തെ, പരാത്മ പരമധികം ആത്മാ, പരബ്രഹ്മം, പരമാത്മാവ്, സുഖ കൽപ്പിതോത്സവ ആനന്ദം കൊണ്ടുണ്ടാകുന്ന ഉത്സവത്തിൽ. അതായത് യോഗ അഭ്യസിക്കുക. യോഗ അഭ്യസിച്ചു വരുന്നതിനനുസരിച്ച് അത് ഏതൊക്കെ രീതിയിലാണ് യോഗ അഭ്യസിക്കേണ്ടതെന്ന് ഞാൻ മുൻ ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് യോഗയിലൂടെ മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്താൽ മതി. അപ്പം യോഗ അഭ്യസിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരബ്രഹ്മത്തെ അറിയാൻ കഴിയും. അപ്പോഴുണ്ടാകുന്ന ആനന്ദം എന്തെന്ന് പറയാൻ വാക്കുകളില്ല. നാരായണ നാരായണ എന്നാണ് കവി പറയുന്നത്. ഇനി ഒരു കാര്യവും കൂടെ, ആനന്ദം കിട്ടുന്നതിന് വേണ്ടി മുക്തി പ്രാപിക്കണമെന്നില്ല. നിങ്ങൾ മുക്തി പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആനന്ദമാണ്. മനസ്സിലായില്ലേ? മുക്തി കിട്ടുമ്പോഴാണ് പരമാനന്ദം എന്ന് കരുതണ്ട. മുക്തി കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആനന്ദം തേടി വരും. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനായി പോകുമ്പം തന്നെ ആനന്ദമില്ലേ?
ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ നമുക്ക് ആനന്ദമല്ലേ? വൃന്ദാവനത്തിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അന്നേരം തൊട്ടങ്ങ് ആനന്ദമല്ലേ? നമ്മൾ ഇത്രാം തീയതി പോവുകയാണ് വൃന്ദാവനം, രാധാറാണി എന്നെ എത്തിക്കണേ, അതിനുവേണ്ടി ട്രെയിനിൽ കയറിയിരിക്കുമ്പോഴും ആനന്ദം, വൃന്ദാവനത്തിൽ എത്തുന്നത് വരെ ആനന്ദം. അതുപോലെ മുക്തി തേടി ഉള്ള യാത്ര പോലും എന്താണ്? ആനന്ദകരമാണ്, പരമാനന്ദകരമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വരിയില് ത്വത്പരാത്മ സുഖ കൽപ്പിതോത്സവ എന്ന് കവി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ യോഗാസനം ചെയ്ത് മുക്തി പ്രാപിക്കണം. ആ മുക്തി പ്രാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയുണ്ട്, അതിന് ധാരണ എന്ന് വിളിക്കാറുണ്ട്. പേരുകളൊന്നും അറിയണമെന്നില്ല. ആ മുക്തി പ്രാപിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് ധാരണ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂർ നമ്മൾ പോകുമ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങുന്നു. അവിടുന്ന് കുറച്ചും കൂടെ നടന്നാലാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നത്. നല്ലതുപോലെ മനസ്സിലായില്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ട്രെയിൻ കയറി ഗുരുവായൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ആ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് തന്നെ സന്തോഷവും. ഗുരുവായൂരപ്പൻ കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. അതുപോലെ മുക്തി പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയ്ക്ക് ധാരണ എന്ന് പറയും. ആ ധാരണയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ മുക്തിയിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നത്. അപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ അമ്പലം വരെ നടന്നു പോയാൽ പോലും ആഹ്ലാദമല്ലേ? നാരായണ 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 ജപിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നത് തന്നെ ഒരു ഉല്ലാസമാണ്. ഓട്ടോയിൽ കയറിയാലും നമുക്ക് ഉല്ലാസമാണ്. അതുപോലെ മുക്തിക്ക് മുമ്പുള്ള അവസ്ഥ ധാരണ. അവിടെ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലും ഏതാണ്? പരമാനന്ദം നൽകും. ആ പരിശ്രമിക്കുന്ന അവസരത്തിൽ സാക്ഷാൽ കണ്ണൻ ഇങ്ങനെ മനസ്സിൽ നിറയും. അതാ സുഖ കൽപ്പിതോത്സവ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ വരിയിൽ കവി പറയുന്നത് ഇത്രയും. യോഗ അഭ്യസിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിൽ ആനന്ദം നിറയും. നമ്മൾ യോഗാസനം അഭ്യസിക്കുന്നതിലൂടെ മുക്തി നേടാൻ പറ്റും. മുക്തി നേടുന്നതിന് തൊട്ടു മുമ്പൊരവസ്ഥയുണ്ട്, അതിന് ധാരണ എന്ന് വിളിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് തൊട്ടു മുമ്പൊരവസ്ഥയുണ്ട്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. ആ റെയിൽവേ സ്റ്റേഷനാണ് ധാരണ. ഗുരുവായൂർ അമ്പലമാണ് മുക്തി. ധാരണയിൽ നിന്ന് മുക്തിയിലെത്താൻ പരിശ്രമിക്കുമ്പോൾ തന്നെ ആനന്ദം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ അടുക്കലേക്ക് എത്താൻ ശ്രമിക്കുന്നത് തന്നെ ആനന്ദം. ആ ആനന്ദ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ മയിൽപ്പീലി ചൂടി വനമാല ധരിച്ച് മകരകുണ്ടലങ്ങൾ ധരിച്ചു മഞ്ഞ പീതാംബരം ധരിച്ചരയിൽ കിങ്ങിണി ധരിച്ച് പിന്നെ അതേപോലെ രത്നമാല ധരിച്ച് കിരീടം ധരിച്ച് ഓടക്കുഴൽ കൈകളിലേന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണ രൂപം. സ്വർഗീയമായ അനുഭൂതി, സ്വർഗീയമായ അനുഭൂതി. അതല്ലേ കവി സുഖ കൽപ്പിതോത്സവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ട വരിയാണ്. മുക്ത ഭക്തകുല മൗലികാംഗത. മുക്ത മുക്തന്മാരായി, ഭക്തകുലം ഭക്തന്മാരിൽ, മൗലി ശ്രേഷ്ഠനായി, ഗത മാറിയിട്ട്, അതായത് നിരന്തരമായ അഭ്യാസം കൊണ്ട് ഭഗവാനെ ഞങ്ങൾ മുക്തന്മാരായി തീരണേ. അതായത് ജ്ഞാനമാർഗം സ്വീകരിക്കുന്നവർ നിരന്തരമായ ജ്ഞാനമാർഗത്തിലെ അഭ്യാസം കൊണ്ടും, യോഗമാർഗം സ്വീകരിക്കുന്നവർ നിരന്തരമായ യോഗയിലെ അഭ്യാസം കൊണ്ടും, ഭക്തിമാർഗം സ്വീകരിക്കുന്നവർ നിരന്തരമായ ഭക്തി കൊണ്ടുള്ള അഭ്യാസം കൊണ്ടും ഒരു ദിവസം മുക്തന്മാരായി മാറും.
അങ്ങനെ മാറ്റിത്തരേണേ ഭഗവാനേ ശ്രീകൃഷ്ണ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായി തീരും. അങ്ങനെ ഭക്തന്മാരുടെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ശ്രേഷ്ഠന്മാരാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കവി. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, നമ്മൾ ഭക്തിമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ അതല്ല യോഗമാർഗത്തിലൂടെയോ നമ്മൾ ഇങ്ങനെ പൊയ്ക്കഴിയുമ്പോൾ നമ്മൾ ആ അപാരമായ ജ്യോതിസ് കാണും. ഈ പ്രപഞ്ചത്തിൽ വൃക്ഷങ്ങളും മനുഷ്യരും പക്ഷികളും പുല്ലുകളും പാമ്പുകളും പർവ്വതങ്ങളും നദികളും എല്ലാം ഉണ്ടായത് ആ ജ്യോതിസിൽ നിന്നാണ്. ആ ജ്യോതിസ് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിക്ക് ബ്രഹ്മ അനുഭൂതി അല്ലെങ്കിൽ പരമാനന്ദം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോളണം, നിങ്ങൾ യോഗ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഗുരുവായൂരപ്പനോടുള്ള കഠിനമായ ഭക്തി കൊണ്ടോ ഒരു ദിവസം ഈ പ്രപഞ്ചം മുഴുവൻ ഏതിൽ നിന്ന് വന്നോ ആ തീവ്രമായ പ്രകാശം കാണും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതിക്ക് ബ്രഹ്മ അനുഭൂതി എന്ന പേര് വിളിക്കുന്നു. ആ ബ്രഹ്മ അനുഭൂതി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിമിഷം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ ശരീരം ഉപേക്ഷിച്ചവരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവും പിന്നെ നമ്മുടെ ശ്രീബുദ്ധനും, മനസ്സിലായില്ലേ? ഇവരൊക്കെ സ്വാമി വിവേകാനന്ദനും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം അനുഭൂതി കിട്ടിക്കഴിഞ്ഞ് ദേഹം ഉപേക്ഷിച്ചതാണ്. അപ്പോൾ എപ്പോഴാണോ ആ പരമമായ പ്രകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ആ നിമിഷം നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ബ്രഹ്മത്തിൽ ലയിച്ച് മുക്തി നേടാൻ പറ്റും. എന്നാൽ ചില ആളുകൾ ലോക നന്മയ്ക്കു വേണ്ടി ആ സമയത്ത് ശരീരം ഉപേക്ഷിക്കില്ല. ഉദാഹരണം ശ്രീബുദ്ധൻ, ശ്രീരാമകൃഷ്ണ പരമഹംസര്, സ്വാമി വിവേകാനന്ദൻ, വർദ്ധമാന മഹാവീരൻ. അപ്പൊ അങ്ങനെ ചില ആൾക്കാര് അവർക്ക് ജ്യോതിസിന്റെ, അതായത് പരബ്രഹ്മ ദർശനം ഉണ്ടായാൽ ആ നിമിഷം തന്നെ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയാൽ ഭയങ്കര ആനന്ദം അനുഭവിക്കാം. പക്ഷേ അത്രയ്ക്ക് സ്വാർത്ഥരാകാതെ ചില മനുഷ്യർ എന്ത് ചെയ്യുന്നു, ശരീരം ഉപേക്ഷിക്കാതെ തന്നെ കുറേ നാളുകൂടി നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടി, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കും. അവരെ ജീവൻ മുക്തരെന്ന പേര് വിളിക്കും. അപ്പൊ ഇതിനകത്തെ മുക്തർ അതാണ്, മനസ്സിലായില്ലേ? ജീവൻ മുക്തരെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല അറിയണം. ജീവൻ മുക്തരെന്ന് പറഞ്ഞാൽ ആ പരമമായ ജ്യോതിസ്, അതിനെയാണ് നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ ജ്യോതിസിനകത്താണ് ഗോലോകം സ്ഥിതി ചെയ്യുന്നത്. ആ ജ്യോതിസിനുള്ളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയുമായി വാണരുളുന്നത്. അത് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഗോലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നാളത്തെ എപ്പിസോഡ് ഗോലോക വർണ്ണനയാണ്. നിങ്ങളത് കേൾക്കണേ. ആ ഗോലോകം എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കേൾക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത്, എൻ്റെ അവതരണ ഗാനം സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി ആ അവതരണ ഗാനം ഒന്നും കൂടെ കേൾക്കണം. കാരണം രാധാറാണി ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള പോയിന്റുകൾ ചേർത്ത് പുതിയ വീഡിയോ, പാട്ട് പഴയത്, വീഡിയോ പുതിയത്, അത് കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് രാധാറാണിയെ കുറിച്ച് മനസ്സിലാകും. അപ്പൊ ജീവൻ മുക്തരെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പരമമായ ജ്യോതിസ് കണ്ടാൽ ആ നിമിഷം ശരീരം ഉപേക്ഷിച്ചിട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കാനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഈ ജ്ഞാനോദയത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മ അനുഭൂതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാനും ചിലര് ശരീരം ഉപേക്ഷിക്കാതെ ഇവിടെ ജീവിക്കും. അവരെ ജീവൻ മുക്തരെന്ന് പറയുന്നു. ശ്രദ്ധിക്കുക ആ പേര്, ജീവ അധികം മുക്തർ. ജീവനും മുക്തിയും പരസ്പര വിരുദ്ധമാണ്, അല്ലേ? ജീവിതത്തില്, അതായത് ജീവനിൽ താല്പര്യമുള്ളവർ ജീവിതത്തില് ഏറ്റവും പ്രധാനം ദേഹാഭിമാനമാണ്. ഞാൻ ദേഹമാണ് എന്ന അവസ്ഥയിലെത്തും.
നമുക്കെല്ലാം ഏതുണ്ട്? ദേഹ അഭിമാനമുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദേഹത്തിനോട് ഇഷ്ടം തോന്നും. അപ്പൊ നമ്മൾ ദേഹത്തിനോട് ഇഷ്ടം തോന്നുന്നത് കൊണ്ട് ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആഹാരം, വേഷം, താമസ സ്ഥലം, സുഗന്ധ വസ്തുക്കള്, ഇതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന തോന്നൽ വരും. എന്ന് പറഞ്ഞാൽ ആത്മാവിന് നിങ്ങളുടെ വിചാരം ഈ ശരീരമാണ് ഞാനെന്ന്. അപ്പൊ ഈ ശരീരത്തോട് അഭിമാനം തോന്നും. അതുകൊണ്ട് ഈ ശരീരത്തിന് വേണ്ടുന്ന ആഹാരവും വേഷവും ഒക്കെ ധരിക്കും. അപ്പൊ എൻ്റെ വിചാരം എന്താണ്? ഈ ഷർട്ടൊക്കെ ഇട്ട് ഇൻ ചെയ്ത് നിൽക്കുന്ന ഈ ഞാനാണ് ദിലീപ് കുമാർ എന്ന്. അല്ല, അതാണ് പ്രശ്നം. ഇതിനകത്തിരിക്കുന്ന ആള്, അയാളെ പരമാത്മാവെന്ന് വിളിക്കും. ആധ്യാത്മികതയിൽ ദേഹി എന്ന പേര് വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ദേഹത്തോട് അഭിമാനം തോന്നുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കുന്നു? മിഥ്യാധാരണയിലെത്തും. ഈ ദേഹമാണ് ഞാനെ, പുത്രനും എൻ്റെ ഭാര്യയും, അതായത് പുത്ര മിത്ര കളത്രാദികൾ, പുത്രനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ബന്ധുക്കള്, അതൊക്കെ എൻ്റെ സ്വന്തമാണെന്ന ധാരണയിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ നിങ്ങൾ ആത്മാവിനെ മറന്നു പോകും. നല്ലപോലെ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ദേഹാഭിമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദേഹത്തിന് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഉത്സാഹം. ഈ ദേഹത്തിന് പ്രിയപ്പെട്ടത് വസ്ത്രം ധരിക്കുക, ദേഹത്തിന് വേണ്ട ആഹാരം ചെയ്യുക, ദേഹത്തിന് വേണ്ട സ്പ്രേ അടിക്കുക. ഓരോരുത്തർ കക്ഷമൊക്കെ പൊക്കി പുസ്ക് പുസ്ക നടിക്കുന്ന കണ്ടിട്ടില്ലേ? ദേഹത്തിന് വേണ്ടുന്ന സ്പ്രേ അടിക്കുക. ആ ദേഹത്തിന് വേണ്ടി നമ്മൾ 2-3 നേരം കുളിക്കുക. ഈ ദേഹം കൊണ്ട് ഭാര്യയെ ആലിംഗനം ചെയ്യണം, ഭാര്യയ്ക്ക് ഈ ദേഹം കൊണ്ട് ഭർത്താവിനെ ആലിംഗനം ചെയ്യണം, പുത്രനെ ആലിംഗനം ചെയ്യണം. ഈ ദേഹങ്ങൾ കൊണ്ട് ബന്ധുക്കളുമായി മുട്ടണം. അങ്ങനെ ദേഹം 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 എന്ന് പറഞ്ഞ് ദേഹിയെ മറന്നു പോകും. ദേഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യും? മറന്നു പോകും. പിന്നെ വല്ലപ്പോഴും കൂടി സന്ധ്യയ്ക്കൊന്ന് വിളക്ക് കത്തിക്കും, രാവിലെ ഒന്ന് വിളക്ക് കത്തിക്കും, ഒരു ബുക്ക് എടുത്ത് വെച്ച് നാമം ജപിക്കും, ഗുരുവായൂർ അമ്പലത്തിലൊന്ന് ചെല്ലും. അപ്പോഴും മാത്രം ഒരു മിന്നായം പോലെ ദേഹി അല്ലെങ്കിൽ ആത്മാവ് തെളിയും. അതേസമയം ഇതിൻ്റെ നേരെ വിപരീതമാണ് മുക്തൻ്റെ അവസ്ഥ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ജീവയുടെ അവസ്ഥയാണ്. ഇനി മുക്തൻ്റെ അവസ്ഥ നേരെ തിരിച്ചാണ്. അവന് ബന്ധുക്കള്, മിത്രങ്ങള്, ആഹാരം, വേഷം എല്ലാത്തിലും വിരക്തി ഉണ്ടാകും. അതോടെ അവന് ശരീരബോധം നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് മനസ്സ് പിന്മാറും. ശരീരബന്ധം എപ്പോഴാണോ നമുക്ക് നശിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ദേഹി തെളിഞ്ഞു വരും. അതോടുകൂടി നമ്മൾ മുക്തനായി മാറും. ശ്രദ്ധിച്ചു കേട്ടോണം, മുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഷർട്ട് ഇടണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് പിന്നെ ഒരുപാട് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നിലും ആഗ്രഹമില്ല, ബന്ധുക്കളോട് താല്പര്യമില്ല, ഭാര്യയോട് മക്കളോട് ഒന്നിനോടും താല്പര്യമില്ല, താല്പര്യം ഭഗവാനോട് മാത്രം. അപ്പൊ ശരീരബോധം നശിക്കും. ശരീരബോധം നശിച്ചു കഴിയുമ്പോൾ പരബ്രഹ്മം തെളിയും, നമ്മൾ പോയി അതിനകത്ത് ലയിക്കും. ഏതുപോലെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു കുടമെടുത്ത് സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം കോരി എടുക്കുന്നു. അപ്പോൾ ഒരു കുടം എടുത്തുകൊണ്ട് പോയി കടലിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നു. ഈ കുടത്തിനകത്താ കടൽ വെള്ളം ഇരിക്കുന്നത്. കടൽ വെള്ളത്തിന് കുടത്തിൽ നിന്ന് മോചനം നേടി കടലിൽ ചെന്നാലേ തൃപ്തി വരൂ. അതിന് കുട ഉടയണ്ടേ? കുട ഉടഞ്ഞാലേ കടൽ വെള്ളം അതിൻ്റെ ഒറിജിനൽ സ്ഥാനത്ത് ചെന്ന് ലയിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ശരീരമാണ് കുടം, ഇതിനകത്താണ് പരമാത്മാവിൻ്റെ വെളിച്ചം. ഈ കുടം, ഈ ശരീരം മാറുന്ന നിമിഷം ശരീരബോധം എങ്ങനെ ഉടയും? ഈ കുടം ബന്ധുക്കളോടും മിത്രങ്ങളോടും മക്കളോടും ഒന്നും താല്പര്യം വരാതിരിക്കുക, ഭഗവാനാണ് സകലതും എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നിമിഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജീവൻ മുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഹമുണ്ട്, പക്ഷേ ദേഹത്തോട് അഭിമാനമില്ല. ബന്ധങ്ങൾ അവർക്കുണ്ട്, ബന്ധങ്ങളോട് ഒട്ടടില്ല. കർമ്മം ചെയ്യും, ഫലം ആഗ്രഹിക്കുന്നില്ല.
ഇന്ദ്രിയങ്ങളാകട്ടെ യാതൊരുവിധ കാമത്തിനും വിധേയമാകുന്നില്ല. അതുകൊണ്ടല്ലേ കുംഭമേളയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, സന്യാസിമാര് നഗ്നരായി നടക്കും. അതിനെയൊക്കെ ആൾക്കാർ ചിലർ പരിഹസിക്കാറുണ്ട്, വെല്ലുവിളിക്കുകയാണ്. കുംഭമേളയിൽ സന്യാസിമാര് നഗ്നരായി നടക്കുന്നതിനെ പരിഹസിക്കുന്നവരെ, നിനക്കൊക്കെ നഗ്നരായി ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? വേറൊന്നും കൊണ്ടല്ല നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും അന്നേരം. അപ്പം അറിയാം. അതുവരെ യുവന്മാര് പറയും, ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെയാ കാണുന്നത്, പരിപൂർണ നഗ്നനായിട്ടൊന്ന് നിന്നു നോക്കണം. അപ്പോഴറിയാം അവനിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ തെളിഞ്ഞു വരുന്നത്. പക്ഷേ കുംഭമേളയിലെ നഗ്നരായി നിൽക്കുന്ന സന്യാസിയുടെ മുന്നിൽ എത്ര സുന്ദരിയായ യുവതി എന്നാലും ഒരു മാറ്റവുമില്ല. കാരണം അവര് ദേഹ അഭിമാനത്തിൽ നിന്നും മുക്തി നേടിയതോടുകൂടി അവർക്കൊരിക്കലും അവരുടെ ഇന്ദ്രിയങ്ങൾ അവരെ കാമത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. അപ്പൊ ജീവൻ മുക്തന്മാർക്ക് ബന്ധുക്കളോട് താല്പര്യമില്ല, ബന്ധങ്ങളോട് താല്പര്യമില്ല, പിന്നെ കർമ്മം ചെയ്യും ഫലം ആഗ്രഹിക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശരീരധർമ്മം നിർവഹിക്കാൻ വേണ്ടി മാത്രം അവർ തിന്നുന്നു, അവർ കുടിക്കുന്നു, അവർ ഉറങ്ങുന്നു. അല്ലാതെ അവർ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി തിന്നാറില്ല, കുടിക്കാറില്ല, ഒന്നുമില്ല. ഇതാണ് ജീവൻ മുക്തന്മാരാണ് മുക്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ ജീവന്മാര് ദേഹത്തോട് അഭിമാനമുള്ളവർ. അമ്മമാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മുക്തരെന്ന് പറഞ്ഞാൽ അവർക്ക് ബന്ധങ്ങളോട് താല്പര്യമില്ല. അച്ഛൻ, അമ്മ, പുത്രൻ, കളത്രം അവരെ കൂടെ ഉണ്ട്, പക്ഷെ അതിലെങ്ങും ഒട്ടുന്നില്ല. ആഹാരം, ഉറക്കം, വെള്ളം കുടിക്കുക, ജീവിക്കാൻ, ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നും അവർ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ ശരീരബോധം നശിക്കും. അതോടുകൂടി ആത്മാവ് ബ്രഹ്മത്തിലേക്ക് കുതിക്കും. ഇത് മുക്തന്മാര്. അങ്ങനെ മുക്തനായിട്ടും വേണമെങ്കിൽ ശരീരം ഉപേക്ഷിക്കാം. പക്ഷെ കുറച്ചു നാളും കൂടെ ഈ ശരീരവും കൊണ്ട് ലോകത്തെ നന്മയ്ക്ക് വേണ്ടി നടക്കുന്നവര് ജീവൻ മുക്തർ. അപ്പം ജീവന്മാരാരാന്ന് മനസ്സിലായി കഴിഞ്ഞു, മുക്തന്മാരാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ജീവൻ മുക്തന്മാർ മൂന്നാണ്. ദേഹത്തോട് താല്പര്യമുള്ള നമ്മളൊക്കെ ജീവന്മാരാണ്. അതേസമയം ഇതിലൊന്നും കാര്യമില്ല എന്ന് കരുതുകയും ബന്ധങ്ങളിലൊന്നും ഒട്ടാതിരുന്ന് പരബ്രഹ്മ ജ്യോതിസ് കാണുന്നവർ മുക്തന്മാർ. അങ്ങനെ കാണുന്ന നിമിഷം ദേഹം ഉപേക്ഷിക്കാം. അത് ഉപേക്ഷിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി കുറച്ചു നാളും കൂടെ ശരീരം കൊണ്ട് നടക്കുന്നവർ ജീവൻ മുക്തന്മാർ. അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരെ കുറിച്ചാണ് 4ാമത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് അവസാനത്തെ വരി 4ാമത്തെ വരിയിലേക്ക് വരാം. സഞ്ചരേമ ശുഖനാരദാദിവത്. സഞ്ചരേമ സഞ്ചരിക്കുന്ന, ശുഖനാരദാദിവത് ശുഖൻ, നാരദൻ എന്നിവരെ പോലെ ഞങ്ങൾക്കും സഞ്ചരിക്കണം. അതായത് ഭക്തിമാർഗത്തിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ പരബ്രഹ്മ ദർശനം, ആ മഹാജ്യോതിസിനെ കാണുക. അതിൻ്റെ ഒരു ചെറിയ സിംബോളിക്കാണ് നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ മകരജ്യോതിസ് കാണുന്നത്. അത് ഇതിനെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവർ മകരജ്യോതിസിനെ കുറിച്ച് പലതും പറയും. നമ്മൾ അവിടെ പോകുന്നു, കത്തിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. അത്രയേ ഉള്ളൂ പ്രശ്നം. പരബ്രഹ്മം എന്ന് പറയുന്നത് ഒരു മഹാജ്യോതിസാണ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ ഈ മകര ജ്യോതിസ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, മകര ജ്യോതിസ്. അതിനെ തൊഴുതാൽ മതി. അതിനെ തൊഴുതാൽ അയ്യപ്പന് തൊഴുകുന്നതിന് തുല്യമാണ്. കാരണം ആ ജ്യോതിസ് തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. നല്ലപോലെ മനസ്സിലായില്ലേ? അതാണ്. അത് അറിവില്ലാത്തവർ പലതും പറയും. നമ്മളതിന് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഭക്തിമാർഗത്തിലൂടെ ആ ജ്യോതിസിന്റെ ദർശനം ഉണ്ടാകുന്നു. ആ ജ്യോതിസിന്റെ ദർശനം ഉണ്ടായാൽ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നാമത്തത്, ആ ജ്യോതിസിന്റെ ദർശനം കിട്ടുമ്പം നിങ്ങളുടെ ശരീരം കളഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് എന്നേക്കും സന്തോഷിക്കാം. ബാക്കിയുള്ളവനൊക്കെ അവിടെ കിടക്കട്ടെ, അവന്മാരടുത്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. 2, എനിക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം, പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഈ ലോകത്തെ മറ്റു ജനങ്ങൾ എൻ്റെ കൂടെ വരുമോ ഇല്ലയോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ചു നാള് ശരീരം ഉപേക്ഷിക്കാതെ ജീവിക്കാം. അവരാണ് ജീവൻ മുക്തന്മാര്.
അങ്ങനെ യഥാർത്ഥത്തിൽ ശരീരം ഉപേക്ഷിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കാം, എന്നിട്ടും ലയിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന രണ്ടു പേരാണ് നാരദ മഹർഷിയും ശുകമഹർഷിയും. ഭഗവാനെ ശ്രീകൃഷ്ണ, ആ ജ്യോതിസ് ദർശനം ഞങ്ങൾക്കും കിട്ടണം, എന്നിട്ട് ശുകമഹർഷിയെയും നാരദ മഹർഷിയെയും പോലെ ഞങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഭഗവാനെ. ഓർമ്മിക്കുക, എനിക്കും നാരദനാകാം, നിങ്ങൾക്കും നാരദനാകാം, ശുകമഹർഷിയാകാം. വളരെ എളുപ്പമാണ്, വളരെ പ്രയാസവുമാണ്. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ബന്ധുമിത്രാദികളിലുള്ള ഒട്ടൽ മാറ്റിയാൽ നിങ്ങൾ 90% രക്ഷപ്പെടും. ശരിക്കും ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ബന്ധം ഒരു ഡോക്ടർ പേഷ്യൻ്റ് ബന്ധം പോലെ ആയിരിക്കണം. ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്? തൻ്റെ മുന്നിൽ അസുഖമായിട്ട് വരുന്ന സകല രോഗികളെയും അയാൾ ചികിത്സിക്കും. പക്ഷെ അയാൾക്ക് ഒട്ടലില്ല. അയാൾ ചികിത്സിക്കുന്ന ഒരു രോഗി ICUവിൽ കിടന്ന് മരിച്ചാൽ അയാൾ പറയും, ഇറ്റ്സ് ഓക്കെ, മരിച്ചു പോയി കേട്ടോ, ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയാലേ. അയാൾ അവിടെ നിലവിളിക്കുന്നില്ല, പോകുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക. അവർ അസുഖം വന്നാൽ അവൻ്റെ കർമ്മം, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു, അത് അവൻ കഴിഞ്ഞ ജന്മത്തെ കയ്യിലിരിപ്പ്. മോടെ കല്യാണം അല്ലെങ്കിൽ മോൻ്റെ കല്യാണം നടക്കുന്നില്ല, അത് ഈ ജന്മം അല്ല കാര്യം. കഴിഞ്ഞ ജന്മം പലരുടെയും കല്യാണം മുടക്കിയവനാണ്, അല്ലെങ്കിൽ കല്യാണം മുടക്കിയവളാണ്. അതിന് ഈ അച്ഛനായ എനിക്ക്, ഈ അമ്മയായ എനിക്ക് ഒന്നും ചെയ്യാനില്ല. മനസ്സിലല്ലേ? മരിച്ചു പോകുന്നു, അത് നാളെ ഞാനും മരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ ഉറപ്പ് നിങ്ങളും നാരദ മുനിയെപ്പോലായി. പക്ഷേ അത് നിങ്ങൾക്ക് വലിയ പ്രയാസമാണ്. നിങ്ങൾക്ക് മോൻ്റെ കല്യാണം, മോളെ കല്യാണം, എൻ്റെ മോനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളല്ലേ, തീർന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങളിൽ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ബന്ധം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കും നാരദനാകാം. ആ നാരദനാകണമെങ്കിൽ ആദ്യം ആ ജ്യോതിസ് കാണണം. അതുകൊണ്ട് പുരുഷന്മാരെ, ആദ്യം നിങ്ങൾ മകരജ്യോതിസ് ഒന്ന് കാണണേ പോയി. അമ്മമാർക്ക് അവിടം വരെ പോകാൻ പറ്റില്ല, പകരം TV-യിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടമ്മേ. ആ മകരജ്യോതി അങ്ങോട്ട് തെളിയുമ്പോഴേക്കും 2 കൈയും കൂപ്പി, അതാണ് പരബ്രഹ്മം, അതാണ് പരബ്രഹ്മം. ആ പരബ്രഹ്മത്തെയാണ് അവിടെ തൊഴുന്നത്. അത് ആളുകൾ കത്തിച്ചു കാണിക്കുന്നതായാലും സ്വയം കത്തുന്നതായാലും അത് പരബ്രഹ്മത്തിന്റെ ചിഹ്നമാണ്. അതാണ് മകരജ്യോതിസ്. അതറിയാതെ ആളുകൾ പലതും പറയും. അല്ലെങ്കിലും ഹിന്ദുക്കളെ കൊട്ടാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ. അത് ഈ മുമ്പന്തി നിൽക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഈ നാരദ മുനിയെപ്പോലെ ആകാനായി ശ്രമിക്കുക. അങ്ങനെ ബന്ധങ്ങളിൽ നിന്ന് മോചിതരാവുക. ആ പരമ ജ്യോതിസ് കാണാൻ ഇടവരട്ടെ. നമ്മൾ ശബരിമലയിൽ ചെന്ന് ആ മകര ജ്യോതിസ് കാണുന്നത് പോലെ ആ പരബ്രഹ്മ ജ്യോതിസ് കാണാൻ സാക്ഷാൽ നാരായണനും രാധാറാണിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.